Good morning, students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഎയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ആദ്യം തന്നെ നമ്മൾ 3 ടേംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റ, ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ പ്രോസസ്സിംഗ്. എന്താണ് ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള വേർഡാണ്. ഇറ്റ് ഈസ് എ മീനിങ്ലെസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. എക്സാമ്പിളായിട്ട് ഞാൻ 3 ഡാറ്റ എടുക്കുകയാണ്. ഒന്ന് സ്കൂൾ, രണ്ടാമത്തത് ക്ലാസ്, മൂന്നാമത്തത് 36. ഇത് 3 വെച്ചുകൊണ്ട് നമ്മളൊരു ഇൻഫർമേഷൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇത് 3 വെച്ചുകൊണ്ട് നമുക്ക് ഇതാണ് അത് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഈ ഒരു 3 ഡാറ്റ വെച്ചുകൊണ്ട് there are 36 classes in the school അങ്ങനെ പറയാം. അല്ലെങ്കിൽ in that school there are 36 students in a class എങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. അതുകൊണ്ടാണ് ഡാറ്റയാണ് ഇറ്റ് ഈസ് എ മീനിങ്ലെസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ് ദ ഡാറ്റ ഇൻ ടു എ മീനിങ് വേ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഫർമേഷൻ. അതായത് നമുക്ക് കിട്ടിയ ഡാറ്റേനെ നമ്മൾ ഒരു മീനിങ് ആയിട്ടുള്ള സെൻറ്റൻസിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഡാറ്റ പ്രോസസ്സിങ്. ഡാറ്റ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ കൺവേർട്ടിങ് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് ഡാറ്റ പ്രോസസ്സിങ്. നമ്മൾ ഡാറ്റേനെ ഇൻഫർമേഷനിലേക്ക് മാറ്റുന്നതിനെയാണ് ഡാറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ, ഇൻഫർമേഷൻ, ഡാറ്റ പ്രോസസ്സിങ്, ഇത് 3 ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഫേസസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്. ഡാറ്റ പ്രോസസ്സിൻ്റെ 6 ഘട്ടങ്ങൾ, അതിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ടീച്ചർക്ക് ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് റാങ്ക് വൈസായിട്ട് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യും? ആദ്യം ആ കുട്ടികളുടെ ഡാറ്റ കളക്ട് ചെയ്യും. അതാണ് ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത്, ഡാറ്റ ക്യാപ്ചറിങ്. പിന്നീട് ആ ഡാറ്റ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. അതാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത് ഇൻപുട്ട് ഓഫ് ഡാറ്റ. മൂന്നാമത് എന്ത് ചെയ്യും? ഈ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ഡാറ്റയെല്ലാം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. മൂന്നാമത്തത് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. 3 സ്റ്റേജായി. ഇനി നാലാമത്തത് പ്രോസസ്സിങ്. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ മാനിപ്പുലേറ്റിംഗ് എന്നും പറയാം, മാനിപ്പുലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അഞ്ചാമത്തത് ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ കൊടുത്ത ഡാറ്റേനെ ഇൻഫർമേഷൻ ആക്കിയിട്ട് നമുക്ക് തരുന്നു, അതാണ് ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. ഇനി ആറാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് കിട്ടിയ വിവരങ്ങളെ നമ്മൾ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ പഠിച്ചു, ഇൻഫർമേഷൻ പഠിച്ചു, ഡാറ്റ പ്രോസസ്സിംഗ് പഠിച്ചു, അതുപോലെ തന്നെ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ 6 ഫേസസ് നമ്മൾ പഠിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So I am going to wind up my class. Thank you. Hello, I am Devangana. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചാണ്. ചാർജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ചാർജ്? ഇറ്റ് ഈസ് എ ബേസിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡി. ഒരു മെറ്റീരിയൽ ബോഡിന്റെ ബേസിക് ആയ ഒരു പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. ചാർജ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ ചില ബോഡിയിൽ ന്യൂട്രൽ ആവാം. പോസിറ്റീവ് അതായത് ഒരുപോലുള്ള ചാർജുകൾ വികർഷിക്കുന്നു, റിപ്പൽസ്. എന്നാൽ വ്യത്യസ്തമായ ചാർജ്, ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ അവർ ആകർഷിക്കപ്പെടും. അപ്പോൾ ചാർജിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതിന് ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോമാണ്. ഇനി ചാർജിന്റെ മറ്റു പ്രോപ്പർട്ടീസിൽ പോവുകയാണെങ്കിൽ ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഓൾജിബ്രിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ആയിരിക്കും. ആ സിസ്റ്റത്തിലെ ഇൻഡിവിജ്വൽ ആയ ചാർജസിന്റെ ഓൾജിബ്രിക് സം ആണ് ഈ ടോട്ടൽ, ആ ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അതായത് ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിലെ ഇൻഡിവിജ്വൽ ആയ ചാർജസിന്റെ സം ആയിരിക്കും, ഓൾജിബ്രിക് സം ആയിരിക്കും. ഇതിനെ അഡിറ്റിവിറ്റി എന്ന് പറയുന്നു. ഇനി രണ്ടാമതായി പറയാനുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ചാർജിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ചാർജ് ടോട്ടൽ ചാർജ് ഓഫ് എ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി അടുത്തതായി പറയാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ഓൾവേസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ. അതായത് Q ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ് NE. ഇതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചാർജസ് ആണ്, E എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ആണ്. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.6 × 10⁻⁻90 കൂളോം ആണ്. അപ്പോൾ ചാർജിനെ കുറിച്ച് മെയിൻ ആയിട്ട്
Thank you. Good morning. Today we are going to discuss about Newton's universal law of gravitation. What is Newton's universal law of gravitation, or what it states? Every body attracts each and every other body with a force which is directly proportional to the product of masses and inversely proportional to the square of their distances between them. Here it says force. We can represent it as letter F, and force is directly proportional to the product of masses. If we consider two bodies A and B with masses m1 and m2 separated by a distance 1. So, force is directly proportional to the product of masses means m1 and m2. m1 into m2. You can write m1 into m2. Okay, force is directly proportional to m1 and m2. Then, force is inversely proportional to the square of distances between them. Distance as letter R, we can write inversely means 1 by. Therefore, force is inversely proportional to 1 by r square. Square means r square. Okay. F is inversely proportional to 1 by r square. Now, by combining these two equations, we get F is proportional to m1 m2 by r square. By just combining this, we got this. F is directly proportional to m1 m2 by r square. For changing this proportionality sign, we have to add a constant g. Okay, F is equal to g m1 m2 by r square. Here g is called as gravitational constant, and its value is 6.673 into 10 raised to minus 11 Newton meter square per kilogram square. Okay, force is directly proportional to m1 m2, force is inversely proportional to 1 by r square, and force is proportional to m1 m2 by r square. At last we got the equation F is equal to g m1 m2 by r square. m1 and m2 are two masses, r is the distances between the two masses, and g is called gravitational constant. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് എലീഷ. ഞാനിവിടെ 10ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമായ ട്രിഗ്നോമെട്രി ആണ് എടുക്കുന്നത്. ട്രിഗ്നോമെട്രി രണ്ടായിട്ട് തിരിച്ചാൽ ട്രിഗ്നോ എന്ന് പറഞ്ഞാൽ 3 ആംഗിളുള്ള ഫിഗർ, അതായത് ട്രയാങ്കിൾ. മെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെൻറ്റ്. അപ്പോൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ ആംഗിളിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ പാഠത്തിൽ. ഇവിടെ ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ABC എന്ന് മാർക്ക് ചെയ്തു. ഇപ്പോൾ ഞാനിവിടെ C ഡിഗ്രി ആയിട്ട് എടുത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഈ ബിക്ക് നേരെ ചേർന്ന് നടക്കുന്ന അഡ്ജസൻറ്റ് സൈഡ്. ഇതിന് നേരെ ഈ ട്രയാങ്കിളിലെ വലിയ ഭാഗം ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുത്ത് ഇനി ഈ സൈൻ കണ്ടുപിടിക്കേണ്ടതാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്, ആ തന്നിരിക്കുന്ന ആംഗിളിലെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് കണ്ടുപിടിക്കേണ്ടതാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ കണ്ടുപിടിക്കേണ്ടതാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ ട്രയാങ്കിളിൻ്റെ അടിയിൽ ബേസ് ആയിട്ട് കിടക്കുന്ന അഡ്ജസൻറ്റ് സൈഡ്, തന്നിരിക്കുന്ന ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഓപ്പോസിറ്റ് സൈഡ്. ഈ ട്രയാങ്കിളിലെ വലിയ ആംഗിൾ വലിയ സൈഡ് ഹൈപ്പോട്ടന്യൂസ്. ഇനി സൈൻ കണ്ടുപിടിക്കേണ്ടതാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നമ്മളിപ്പോൾ സൈനും കോസും ടാനും പഠിച്ച് അതിൽ നമ്മളാണെങ്കിൽ സൈനിന് 0 ഡിഗ്രി ആകുമ്പോൾ 0 വരും, 30 ഡിഗ്രി ആകുമ്പോൾ 1/2 വരും, 45 ഡിഗ്രി ആകുമ്പോൾ 1/√2 വരും, 60 ഡിഗ്രി ആകുമ്പോൾ √3/2, 90 ഡിഗ്രി ആകുമ്പോൾ 1. ഇപ്പോൾ എല്ലാത്തിനും അതേപോലത്തെ ഓരോ വാല്യൂ ഉണ്ട്. ഇപ്പം ഇത് മാത്രം പഠിച്ചാൽ മതി, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ രണ്ടാമത്തിൽ വരുന്നത്. അവസാനം കിടക്കുന്ന 1 ഇവിടെ വരും, √3 ഇത് വരും, ഇത് ഇവിടെ വരും. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് വരുന്നത്. ടാനിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രിയിൽ 0 വരും, 30 ഡിഗ്രി ആകുമ്പോൾ 1/√3 വരും, 45 ഡിഗ്രി ആകുമ്പോൾ 1 വരും, 60 ഡിഗ്രി ആകുമ്പോൾ √3 വരും. അത് പറഞ്ഞാൽ ആദ്യം 0 1/√3 അതിനെ 2 പാർട്ടാക്കിയിട്ട് 1 ഇവിടെ എഴുതി, √3 ഇവിടെ എഴുതി. 90 ഡിഗ്രിയിൽ ടാനിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ പഠിച്ച എളുപ്പരീതിയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ നന്ദി. Good morning, children. Sit down. How are you all? I think you all are fine. Today we all are happy because today is August 15, India's Independence Day. At first, I wish you a happy Independence Day. And I tell you some importance of Independence Day. In 1947,
August 15, India got independence from British rules. The independence we got was the result of sacrifice and the struggles of great freedom fighters like Mahatma Gandhi, Subhash Chandra Bose, Jawaharlal Nehru, Bhagat Singh, and so many others who sacrificed their entry lives for our freedom. India got independence, and during this time, the country has made a lot of progress on all, including science, technology, agriculture. Country India has achieved many achievements in the field of space. Now let us join our hands to make our India the best country in the world. Now we all are proud to be an Indian. Now India is an independent country. We Indians celebrate Independence Day very beautifully. The Independence Day is a national holiday of Indians. Okay, children, you all understand about Independence Day? I ask questions in next class. You all study about Independence Day in next class. Okay, children? We can meet in next class. Okay, bye.